ഗൈസ്, ഞാനാണ് ഈ വീട്ടിലെ ഫ്രിഡ്ജ്. വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകല്ലേ, ഞാൻ പറയുന്ന മൊത്തം ഒന്ന് കേൾക്ക്. ഇങ്ങനെ ഒരു അടുക്കളപ്പുറത്ത് വെന്ത് നീറി ഉരുളക്കിഴങ്ങിൻ്റെയും സബോളയുടെയും കൂടെ ജീവിക്കാനുള്ളതാണോ എൻ്റെ ജീവിതം? നിങ്ങൾ എൻ്റെ ഒരു ധാരണാവസ്ഥ മനസ്സിലാക്കുക. ഇവിടുത്തെ അമ്മ കഴിഞ്ഞ മാസം വെച്ച പുളിച്ച ദോശമാവ്, 10 ദിവസം മുമ്പത്തെ സാമ്പാർ, ഇന്നലെ വെച്ച ചിക്കൻ കറി ഇച്ചിരി മിച്ചം ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ മത്തിക്ക് വില കൂടുന്നതിന് മുന്നേ ഉള്ള മത്തി അതുവരെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഐസ്ക്രീമിൻ്റെ ഒരു ഫാമിലി പാക്ക് ഇച്ചിരി കൊതി കൊണ്ടൊന്ന് മണത്ത് നോക്കി. എൻ്റെ അമ്മോ, ഇവിടുത്തെ സെപ്റ്റിക് ടാങ്കിനില്ല കേട്ടോ ഈ മണം. ഈ മത്തിയും കൊഴിയാളയൊക്കെ വെക്കാൻ വേണ്ടി ഉള്ളതാണോ ഈ ഐസ്ക്രീം പാക്കറ്റ്? ഒക്കെ പോട്ടെ, ഇവിടെ ഒരു കാല് വരുത്ത ചെറുക്കനുണ്ട്. അവൻ വന്ന് തുറക്കും അടയ്ക്കും, തുറക്കും അടയ്ക്കും, തുറക്കും അടയ്ക്കും. പച്ചവെള്ളം പോലും കാണത്തില്ല. ചെറുക്കൻ സൈക്കോ ആണെന്നാണ് എനിക്ക് സംശയം. ഇച്ചിരിയെങ്കിലും എന്നോട് സ്നേഹമുള്ള ഇവിടുത്തെ അച്ഛനെ ഉണ്ട് കേട്ടോ. പാവ അച്ഛൻ. സോഡാക്കുപ്പി വെക്കാനോ എടുക്കാനോ അല്ലാതെ പുള്ളി എന്നെ ബുദ്ധിമുട്ടിക്കാറില്ല. എന്തെങ്കിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസോ ഇനി എൻ്റെ വർക്ക് ലോഡ് കൂടിയിട്ട് ഞാനെങ്ങാനും പണിമുടക്കി കഴിഞ്ഞാൽ ചപ്പാത്തി പലക, ചട്ടുകം, പിന്നെ ചട്ടി, കൈ കിട്ടുന്ന എല്ലാം കൊണ്ട് ആ അമ്മ എൻ്റെ കർമ്മത്ത് മടുത്ത്. ഇവിടെ ഒരു പെണ്ണുണ്ട്, ഒരു ബ്യൂട്ടി ക്യൂൻ. അവള് മുഖത്തിടാനാന്ന് പറഞ്ഞ് കുറേ തൈരും കടലമാവും സാമാനങ്ങളും അതിൻ്റെ കൂടെ കുറേ കറ്റാർവാഴയും ഇലയും കൂത്തും എല്ലാം കൂടെ കൊണ്ട് ഇന്ന് എൻ്റെ ഡോറിനകത്താണ് വെച്ചേക്കുന്നത്. മതി. ഇവരുടെ കല്യാണത്തിൻ്റെ അന്ന് ഈ അടുക്കളയിൽ വന്നിരിക്കാൻ തുടങ്ങിയത്. 15 വർഷമായി. ഐ നീഡ് റിട്ടയർമെൻറ്റ്. എനിക്ക് എത്രയും പെട്ടെന്ന് ചായ്പിലേക്ക് എൻ്റെ ഇടം മാറ്റണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് എൻ്റെ വിഷമം കേരളത്തിലെ ജനങ്ങളിലേക്ക് അറിയിക്കാം. ഓക്കെ.